ഹരേ കൃഷ്ണ. അപ്പോ ഇതിന്റെ ഗീതാ മഹാത്മ്യം, ഇന്നത്തെ സെഷനിലെ ഗീതാ മഹാത്മ്യം ഞാൻ തന്നെ വായിക്കുന്നു. കാരണം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച രാധാശക്തി മാതാജിക്ക് കുറച്ച് ത്രോട്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് വായിക്കുകയാണ്. അപ്പോ 5 ശ്ലോകം കഴിഞ്ഞു. ഇത് 6ാമത്തെ ആണ്. 6ഉം 7ഉം ഇന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതത് മഹത്. ഇതില് പറഞ്ഞിരിക്കുന്നത് ഗീതോപനിഷത്ത് ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്നു പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. ഗീതാ മഹാത്മ്യം 6. അപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇത് എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. അപ്പോ അവിടെ ഒരു ചെറിയൊരു കിടാവ് പോലെയാണ് ഭഗവാന്റെ മുന്നില് ശ്രീകൃഷ്ണന്റെ മുമ്പില് അർജുനൻ നിൽക്കുന്നത്. അപ്പോ ഭഗവത്ഗീത വായിക്കുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പൊ ചെറിയ ഒരു കിടാവിനെ പോലെ. അപ്പൊ ഭഗവാന്റെ മുഖത്ത് നിന്ന് വരുന്നത് എന്താണ്? അമൃതം പോലെയുള്ള ഒരു പാല് പോലെയുള്ള ഒരു അമൃതം. അതുപോലെ ഭാഗവതത്തിലും പറയുന്നുണ്ട്, നിഗമകൽപതരോൾ ഗദിതം. ശുഖന്റെ വായിൽ നിന്നും വരുന്നത് അത്ര അമൃത തുല്യമായ ഭാഗവതമാണ്. അപ്പോ ഇവിടെയും ഭഗവാന്റെ വായിൽ നിന്നും വരുന്നത് അമൃത തുല്യമായ ഭഗവത്ഗീതയാണ്. അപ്പോ ഇവിടെ ഒരു കിടാവിനെ പോലെ അത് അർജുനൻ പാനം ചെയ്യുന്നു. അപ്പോ ഭഗവാന്റെ എല്ലാ ഗീതോപനിഷത്ത് എന്ന് വെച്ചാല് എല്ലാത്തിന്റെയും ഉപനിഷത്തിന്റെ സാരമാണ്. അതുകൊണ്ടാണ് ഇത് ഒരു പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പ്രായോഗികമായിട്ട് നമുക്ക് ജീവിതത്തില് മുന്നോട്ട് മുന്നേറാനായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കാവ്യമാണ് ഭഗവത്ഗീത. അപ്പോ അടുത്തത് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. ആകയാൽ അത് ഏതാണ്? ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം. ദേവകീ പുത്രന്റെ വായിൽ നിന്നും വരുന്ന ഗീതം. അത് എന്താണ്? ഒരേ ശാസ്ത്രം, ഒരേ ധർമ്മഗ്രന്ഥം, അത് ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ. അതും അവിടെ ദേവകീ പുത്രനായ ഏകോ ദേവോ, ഒരേ ഒരു ദൈവമാണുള്ളത്. അതാരാ? ആ ഈശ്വരനാരാ? ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി. തസ്യ നാമാനിയ ആരുടെയാണ്? തന്നാമ സങ്കീർത്തനം, ഭഗവാനെ പറ്റി ഉള്ള ഒരേ ഒരു മന്ത്രം. അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ബാക്കി എല്ലാ മന്ത്രങ്ങളെയും മന്ത്രങ്ങൾ മാത്രം എന്ന് പറയുന്നു. ഇതിനെ മഹാമന്ത്രം എന്നാ പറയുന്നത്. അപ്പൊ ഇത് മഹാമന്ത്രം എന്ന് വെച്ചാൽ എല്ലാത്തിലും വലിയ ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ
കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഇതിലും ഉപരി വേറെ ഒരു സേവയില്ല. ഭഗവാന്റെ സേവ ഒരൊറ്റ പ്രവൃത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പരമദിവ്യോത്തമ പുരുഷന്റെ സേവനം. ആ സേവനത്തിലൂടെ മാത്രമേ ഭഗവാൻ ആരാന്നും നമുക്ക് ഭഗവാനോട് അടുക്കാനും അല്ലെങ്കിൽ ഭഗവാനെ പറ്റി അറിയാനും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഓൺലി ത്രൂ ഡിവോഷണൽ സർവീസ്. അപ്പൊ അത് ഒരേ ഒരു നമുക്കറിയാം, ഭഗവാനല്ലേ, കൃഷ്ണനല്ലേ, എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ശ്രീകൃഷ്ണനെ കുറിച്ച് എല്ലാം അറിയാം അല്ലെ. പക്ഷെ ഭഗവാന്റെ മഹിമകളെ പറ്റി മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ഊർജത്തെ പറ്റി, എനർജി, മെറ്റീരിയൽ എനർജി, ഭൗതിക ശക്തി, ബാഹ്യശക്തി, പിന്നെ ആന്തരിക ശക്തി, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ, ഭഗവാനെ കൂടുതൽ അറിയണമെങ്കിൽ ഡിവോഷണൽ സർവീസ് അത് മാത്രമേ സാധിക്കുള്ളൂ. എല്ലാം ഞാൻ ബുക്കിലിരുന്ന് വായിക്കാം, എനിക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, അത് തന്നെയല്ല നമ്മൾ വായിക്കണ എന്നൊന്നും വിചാരിച്ചാൽ അത് തലയിൽ കയറില്ല. അപ്പോ നമ്മളൊരു സർവീസ്, ചെറിയൊരു സർവീസ് മതി, ചെറിയൊരു സർവീസ്, അത് ഭഗവാന് വേണ്ടി ഉണ്ടാക്കുന്ന സർവീസ്. ഇഷ്ടംപോലെ സർവീസസ് ഉണ്ട് അല്ലെ. എന്തൊക്കെ സർവീസ് ഉണ്ട്. പൂ കെട്ടാൻ, പൂമാല കെട്ടാൻ, അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാക്കാൻ ഭഗവാൻ, അത് സിമ്പിൾ സർവീസ്, നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന, വേറെ ദൂരെ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സർവീസിലൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഹരിനാമത്തെ കുറിച്ച് ഇന്ന് ഞാൻ ക്ഷണിക്കുന്നു ഹിസ് ഗ്രേസ് ദീനനാഥ വിഠൽദാസ് പ്രഭു. പ്രഭു, പ്ലീസ്, ഓവർ ടു യു. കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോ എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരിനാമ മഹിമ. ഓക്കെ, ഒരാളുടെ മഹിമ എങ്ങനെയാണ് നമ്മൾ അറിയുക? അയാളുടെ പ്രവൃത്തിയിലൂടെ. അയാൾ എന്താ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്താണ്, ഇതിൽ നിന്നാണ് നമ്മൾ അയാളുടെ മഹിമ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പം ഹരിനാമത്തിന്റെ മഹിമ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹരിനാമം എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണം. ഹരിനാമം എന്താ ചെയ്യുന്നത് അറിയാമോ ആരെങ്കിലും? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. കേൾക്കാം. ഓക്കെ, ഹരിനാമം എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും വരണം. മനസ്സിന് പോസിറ്റീവ് എനർജി തരുന്നു. മനസ്സിന് പോസിറ്റീവായിട്ട് ഒരു എനർജി തരുന്നുണ്ട് ഹരിനാമം. ഓക്കെ, മനസ്സിന് പോസിറ്റീവായിട്ട് എനർജി തരുന്നുണ്ട്. ഓക്കെ, ഹൃദയം ശുദ്ധീകരിക്കുന്നു. ഹൃദയം ശുദ്ധീകരിക്കുന്നു. വളരെ നല്ല ഉത്തരം. ഓക്കെ, ശ്രീമദ് ഭാഗവതത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. ഓക്കെ, അപ്പം ഇവിടെ വ്യാസദേവൻ പറഞ്ഞിരിക്കുന്നു സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളുടെയും പ്രണാശനം. നാശനം എന്ന് വെച്ചാൽ നമുക്കറിയാം നശിപ്പിക്കുക. പ്രണാശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരി പോലും ഇല്ലാതെ ബാക്കി വയ്ക്കാതെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. അപ്പം യുദ്ധം നടപ്പാണ്, ബോംബിട്ടിട്ട് തകർക്കുന്നു അല്ലേ. തകർന്നു കഴിഞ്ഞാൽ അവിടെ പൊടിപടലം എല്ലാം തന്നെ ബാക്കി കാണും, കുറച്ച് ഡിബ്രീസ് ഒക്കെ കാണും. പക്ഷെ ഇവിടെ അതുപോലും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതാണ് ഹരിനാമ സങ്കീർത്തനം. അപ്പം ഹരിനാമത്തിന്റെ ഒരു മഹിമ എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്തിരിക്കുന്ന എത്രയോ കോടി ജന്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. പിന്നെ മാതാജി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നു. അത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ചേതോദർപ്പണമാർജനം. ഓക്കെ, നമ്മള് വീട്ടില് തെർമോസ് ഫ്ലാസ്ക് ഇല്ലേ, അത് പുറത്ത് കഴുകാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്പോഞ്ചും സോപ്പും ഉപയോഗിക്കും. പക്ഷെ അകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് അത് മതിയോ? ഇല്ല. സ്പോഞ്ച് അകത്ത് വരെ ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണമെന്ന് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളൊരു ബ്രഷ് ഉപയോഗിക്കും ഇല്ലേ. അപ്പം പുറത്ത് ക്ലീൻ ചെയ്യാനും അകത്ത് ക്ലീൻ ചെയ്യാനും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് വേണ്ടത്. അതേപോലെ നമ്മുടെ ശരീരത്തെ പുറത്ത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ
രണ്ടും ആവശ്യമാണ്. അപ്പോൾ പുറത്തെ ശുദ്ധിയും അകത്തെ ശുദ്ധിയും രണ്ടും ആവശ്യമാണ്. പുറത്തെ ശുദ്ധിക്കായിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം. പക്ഷെ അകത്ത് ശുദ്ധി ചെയ്യാൻ എന്ത് ചെയ്യും? ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയമോ ഇത് ശ്വാസനാളമോ അതെല്ലാം തന്നെ ക്ലീൻ ആയി വരുമായിരിക്കും. പക്ഷേ മനസ്സെവിടെയാണ്? മനസ്സിനെ ക്ലീൻ ചെയ്യുന്ന എവിടെയാണ്? മനസ്സെവിടെയാണെന്ന് നമുക്ക് അറിയത്തും കൂടിയില്ല. നമ്മുടെ ശരീരത്തിൽ മനസ്സെവിടെയാണുള്ളത് അറിയില്ല. പക്ഷെ ആ മനസ്സിൽ എത്രയോ ജന്മങ്ങളായിട്ടുള്ള അഴുക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു പാപം ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിച്ചില്ലേ? ഞാൻ പാപപ്രണാശനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാപം ഉണ്ടെന്നുള്ള വസ്തുത സമ്മതിച്ചു കഴിഞ്ഞു. അപ്പം ഈ പാപങ്ങൾ എവിടെയാണ് വരാനുള്ള കാരണം? എവിടെയാണ്? ഈ മനസ്സുള്ള അഴുക്കാണ് കാരണം. ആ മനസ്സുള്ള അഴുക്ക് എങ്ങനെ കളയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹരിനാമ ജപത്തിലൂടെയാണ്. ചേതോ ദർപ്പണമാർജനം. മനസ്സിന്റെ അഴുക്കുകൾ കളയാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി ആണ് ഭഗവാന്റെ നാമത്തിന്റെ ഉച്ചാരണം. ഇനി നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്കായിട്ട് വേറെ പദ്ധതികളിലെ ഈ നാമജപം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ കാര്യങ്ങളുണ്ട്. ദാനം ചെയ്യാം, യജ്ഞം ചെയ്യാം, തീർത്ഥാടനത്തിന് പോകാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ ചില ലിമിറ്റേഷൻസോ അഥവാ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ ഒക്കെ ആവശ്യമാണ്. ഉദാഹരണത്തിന് യജ്ഞം നടത്തുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. യജ്ഞം നടത്തണമെന്നുണ്ടെങ്കിൽ അത് യജ്ഞം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വേണം, മന്ത്രം ചൊല്ലാൻ അറിയുന്ന ആൾക്കാർ വേണം, ബ്രാഹ്മണര് വേണം. അതൊക്കെ ഇക്കാലത്ത് കിട്ടുന്നത് വളരെ കണ്ടു കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ പവിത്രമായിട്ടുള്ള സ്ഥലം വേണം, പവിത്രമായിട്ടുള്ള ദ്രവ്യങ്ങൾ വേണം. ഇപ്പം ഗംഗാതീരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം കാണണമെന്നില്ല. ഗംഗാജലം പോലും ക്ലീൻ അല്ല. കിട്ടുന്ന പാല്, നെയ്യ്, ഇതൊക്കെ എല്ലാം തന്നെ നമുക്കറിയാം എത്രമാത്രം എന്താണ് അതില് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത് പോലും നോൺ വെജിറ്റേറിയൻ തീറ്റ കൊടുത്തിട്ടാണ് അതിൽ നിന്നാണ് പാല് കിട്ടുന്നത്. ഇങ്ങനെ പല പല കാര്യങ്ങളാൽ അതെല്ലാം തന്നെ പോലും പവിത്രമല്ലാതിരിക്കുന്നു. പക്ഷേ ഭഗവാൻ നാമം ചൊല്ലാനായിട്ട് ഇതൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. അതിന് ഒരിക്കലും അത് അപവിത്രമായി തീരുന്നില്ല. ഓക്കെ. അപ്പം കലിയുഗത്തിൽ ഭഗവാൻ നാമത്തിന്റെ രൂപത്തിൽ അവതരിച്ച് നമ്മളൊക്കെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ. ആർക്കും ഭഗവാനെ അപ്രോച്ച് ചെയ്യാം, പ്രാപിക്കാം ഈ നാമങ്ങളുടെ രൂപത്തിലൂടെ. അപ്പം ജസ്റ്റ് ഈ നാമത്തെ ആശ്രയിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ച നേടാനായിട്ട് സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ശ്ലോകം. എല്ലാവരും ഒരുപക്ഷെ എല്ലാവരും ഒന്നിൽ കൂടുതൽ തവണ ഇത് നിങ്ങൾ കേട്ട് കാണും. ഹരിർ നാമ ഹരിർ നാമ ഹരിർ നാമ ഇവ കേവലം കലോ നാസ്തിയവ 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 ഗതിരേത. കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം ഹരിനാമ ജപമാകുന്നു. അപ്പൊ അത് കുറഞ്ഞത് ഒരു മാലയെങ്കിലും ജപിക്കുക, ദിവസവും ഒരു മാലയെങ്കിലും ജപിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ ആധ്യാത്മിക വിജയം നേടാനായിട്ട് സാധിക്കും. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോ ഇനി ഹരേ കൃഷ്ണ ഹരിനാമ മഹിമയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി എനിക്കൊരു ചുമതല കൂടി തന്നിട്ടുണ്ട്. ഇന്നത്തെ ഗീതാ ക്ലാസ്, ഗീതാ ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഹിസ് ഗ്രേസ് ആനന്ദ ശ്രീകൃഷ്ണ പ്രഭു ആണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് രണ്ട് വാക്കുകൾ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്തുള്ള പൂവപ്പടി എന്ന ഗ്രാമമാണ്. 1969 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി. അതിനുശേഷം അദ്ദേഹം മറൈൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി കൂടി സമ്പാദിച്ചു. ഷിപ്പിംഗ് കോർപ്പറേഷനിൽ ദീർഘകാലത്തെ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം അവിടെ നിന്നും മറൈൻ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പം ജോലിക്കാലത്ത് വെച്ചിട്ടാണ് ശ്രീ പ്രഭുപാദിന്റെ സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ, നമ്മുടെ മലയാളത്തില് ആത്മഗവേഷണം എന്ന് പറയുന്ന പുസ്തകം വായിക്കാനിടയായി. അത് ഹിന്ദുയിസത്തെ കുറിച്ചുള്ള എല്ലാവിധത്തിലുള്ള കൺഫ്യൂഷൻ മാറ്റാനായിട്ട്
ആധ്യാത്മിക ലക്ഷ്യം പുനർനിർവചിക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചു. ശ്രീല പ്രഭുപാദന്റെ പുസ്തകങ്ങളുടെ സഹവാസം ജീവിതത്തിലെ പ്രിയോറിറ്റീസിനെ എല്ലാം തന്നെ പ്രിയോറിറ്റീസിനെ പറ്റി പുനർചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ നോർവേ, ബോംബെ ഹൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയ ഉയർന്ന ജോലി അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം ആധ്യാത്മിക ആയിട്ടുള്ള ഒരു ബാലൻസ് ലൈഫ് അദ്ദേഹം സ്വീകരിച്ചു. ഭക്തിവിനോദ് മഹാരാജ്, ജഗത്സാക്ഷി പ്രഭു, ഇന്ദുമതി മാതാജി ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ അദ്ദേഹം ആധ്യാത്മിക ജീവിതത്തിൽ മുമ്പോട്ട് പോയി. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഹിസ് ഹോൾനെസ് ജയപതാക സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ ലഭിച്ചു. അദ്ദേഹത്തിന് അനന്ത ശ്രീകൃഷ്ണദാസ് എന്നാണ് ദീക്ഷാനാമം. ശ്രീല പ്രഭുപാദന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് ബാക്കിയുള്ളവർക്ക് ചോദ്യോത്തര രീതിയിലൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് പകർന്നു കൊടുക്കാൻ വളരെയധികം ഉത്സാഹിതനാണ് അദ്ദേഹം. ഹിസ് ഗ്രേസ് അനന്ത ശ്രീകൃഷ്ണ പ്രഭുവിനെ ഗീതാ ക്ലാസ്സിൽ എടുക്കാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. സ്വാഗതം പ്രഭു. ഹരേ കൃഷ്ണ. Hare Krishna, all glories to the assembled devotees. Hare Krishna, all glories to the assembled devotees. Hare Krishna, all glories to the assembled devotees. Hare Krishna. Can you listen to me, Prabhu? I am clear? Hare Krishna. കേൾക്കാം പ്രഭു, കേൾക്കാം. Okay, thank you. Om Ajnanatirandasya Jnananjanashalakaya Chakshuranmilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupakadamahyam Dadadi Swapadandikam. Jai Srila Prabhupada, Jai Srila Gurudev, Ananta Kodi Vaishnava Vrinda ki Jai. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ഈ സത്സംഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ദേവാസുര ഭാവങ്ങളാണ്. ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ തുടക്കത്തിൽ ആമുഖത്തിൽ ഓരോ അധ്യായത്തിലെയും രത്നച്ചുരുക്കം എന്താണെന്ന് ശ്രീല പ്രഭുപാദർ, ഇസ്കോൺ ഫൗണ്ടർ ആചാര്യ ശ്രീല പ്രഭുപാദർ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം വായിക്കാം. അധ്യായം 16 ദേവാസുര ഭാവങ്ങൾ. അതിലെ എന്താണ് ഉള്ളടക്കം? ആസുര സ്വഭാവങ്ങൾ ഉള്ളവരും ധർമ്മശാസ്ത്ര നിബന്ധനകൾ അനുസരിക്കാതെ തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവരുമായ ആളുകൾ നീചജന്മങ്ങളിലേക്കും സങ്കീർണമായ ഭൗതിക ബന്ധനങ്ങളിലേക്കും പതിക്കുന്നു. എന്നാൽ ദൈവിക ഗുണങ്ങൾ ഉള്ളവരും ധർമ്മശാസ്ത്രങ്ങൾക്ക് വഴങ്ങി നിയന്ത്രിത ജീവിതം നയിക്കുന്നവരും ക്രമേണ ആധ്യാത്മികമായ പൂർണ്ണതയെ പ്രാപിക്കുന്നു. ഇപ്പോൾ ഈ അധ്യായം വളരെ പ്രധാനമാണ്. കാരണം എങ്ങനെയാണ് ധർമ്മശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് ആധ്യാത്മിക ഉന്നതി നേടേണ്ടത്, നാം എവിടെ നിൽക്കുന്നു, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, അതായത് എന്തെല്ലാം ഗുണങ്ങളാണ് ആർജിക്കേണ്ടത് എന്ന് നമുക്ക് സ്വയം ഒരു വിചിന്തനം ചെയ്യാനും അതിനുള്ള അവസരമാണ് ഈ ശ്ലോകത്തിൽ കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ മുൻനിർത്തി നമുക്ക് നൽകുന്നത്. അധ്യായം 16 ദേവാസുര ഭാവങ്ങൾ. ശ്രീ ഭഗവാൻ ഉവാച അഭയം സത്തു സംശുദ്ധ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ധനശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തവാർജവം. രണ്ടാമത്തെ ശ്ലോകം. അഹിംസ സത്യം അക്രോധസ്ത്യാഗ ശാന്തിരജപൈശുനം ദയാഭൂതേഷു ലോലുപ്ത്വം മാധവം ക്രീഡചാബലം. ശ്ലോകം 3. തേജക്ഷമാ ധൃതി ശൗചമദ്രോഹോ നാദിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. സംസ്കൃതമാണ്, പക്ഷെ പ്രഭുപാദന്റെ കാരുണ്യം കൊണ്ട് അത് നമുക്ക് തർജ്ജമ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം വായിക്കാം. ട്രാൻസ്ലേഷൻ. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമ ദിവ്യോത്മ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം,
അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. എല്ലാം കൂടി 26 ഗുണങ്ങളാണ് പറയുന്നത്. ഇതില് പ്രധാനമായിട്ടും അഭിജാതസ്യ എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. അതായത് ദൈവിക ഗുണങ്ങളോടെ ജനിച്ചവന് ഇത് ഭവിക്കുന്നു. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ദൈവിക ഗുണങ്ങളോടുകൂടി ജനിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രഭുപാദർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദിവ്യഗുണജാതരായവരെ പറ്റി അഥവാ ദൈവിക പ്രവണതയുള്ളവരെ പറ്റി പറയുമ്പോൾ അഭിജാതസ്യ എന്ന പദം ഉപയോഗിച്ച ശ്രദ്ധേയമാണ്. ദൈവികതയാർന്ന ചുറ്റുപാടുകളിൽ സന്താനോൽപാദനം നടത്തുന്നതിനെയാണ് വൈദിക ഗ്രന്ഥങ്ങൾ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നത്. അതായത് വേദങ്ങളുടെ ഉദ്ദേശം എന്തെന്നാൽ പടിപ്പടിയായിട്ട് ശരീരബോധത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ജനതയെ ആത്മബോധത്തിൽ എത്തിക്കാനുള്ള ബൃഹത്തും മനഃശാസ്ത്രപരവുമായ പദ്ധതിയാണ്. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും മൊബൈലോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും മേടിക്കുമ്പോൾ, ടിവിയോ എന്തെങ്കിലും മേടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ മാനുവൽ ഉണ്ടാവും, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതേമാതിരി മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ ആധ്യാത്മിക ഉയർച്ച നേടാം എന്ന് നമ്മളെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്ന എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ യമനിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന മാനുവൽസ് ആണ് വേദങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുന്ന വഴി മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമായ ഈശ്വര പ്രേമത്തിലേക്ക്, കൃഷ്ണപ്രേമം വരെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം, അതായത് ഒരു കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, ഭാര്യാഭർത്താക്കന്മാർ എന്തൊക്കെ ചെയ്യണം, അത് വളരെ വ്യക്തമായിട്ട് ഉദാഹരണത്തിന് ശ്രീമദ് ഭാഗവതം 5-ാമത്തെ അധ്യായം 5-ാമത്തെ സ്കന്ധം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗുരുർ നസസ്യാത് സ്വജനോ നസസ്യാത് പിതാ നസസ്യാത് ജനീ നസസ്യാത് ദൈവം ന തസ്യാന പ്രതിഷ്ഠസ്യാന മോചയത്തിഭാസ്മവേദം. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ ജനനമരണങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗം ഉപദേശിക്കാൻ അറിയാത്തവർ, ഒരച്ഛനോ അമ്മയോ ബന്ധുജനങ്ങളോ ഒരു ദേവനോ ഒരു ആചാര്യനോ ഗുരുവോ ഒരു രാജാവോ ഒന്നും ആയിപ്പോകരുതെന്നാണ് പറയുന്നത്. അതായത് വിവാഹ ജീവിതം വളരെയധികം ചുമതലയുള്ള ജീവിതമാണ്. അതുകൊണ്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. ആ സന്താനങ്ങളെ എങ്ങനെ വളർത്തണം, ലോകോപകാരപ്രദമായി അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, ആ സംസ്കാര ചടങ്ങ്, ആ പ്യൂരിഫിക്കറ്ററി പ്രോസസ് ഗർഭാധാനത്തിന് മുമ്പ് തന്നെ അതോടുകൂടി തന്നെ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ മനുഷ്യ രാശിയെ സംശുദ്ധീകരിക്കാനുള്ള ബൃഹത്തായ പ്രോസസ്സാണ് വേദങ്ങളിലെ പല പല കർമ്മകാണ്ഡങ്ങളിൽ പറയുന്നത്. അതായത് സ്വന്തം ആശ്രിതരെ, ഇപ്പൊ അച്ഛനെ അമ്മയെ ആശ്രയിച്ചിരിക്കുന്ന കുട്ടികൾ, രാജാവിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രജകൾ, ഗുരുവിനെ ആശ്രയിക്കുന്നു ശിഷ്യന്മാര്, അങ്ങനെ പോകുന്ന പട്ടിക. അപ്പോൾ സ്വന്തം ആശ്രിതരെ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മാർഗം ഉപദേശിക്കാൻ അറിയാത്തവർ കല്യാണം കഴിച്ചു പോകരുന്ന്. അമ്മയാവാൻ പാടില്ല, അച്ഛനാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു പോകരുത്. അത്രയധികം വളരെ സൂക്ഷ്മമാണ് വിവാഹ ജീവിതത്തിൽ നയിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ വിവാഹ ജീവിതത്തിൽ ഷോഡശ സംസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ആചരിക്കേണ്ടവയാണ്. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവിക ഗുണങ്ങളുള്ള കുട്ടികളെ ജന്മം കൊടുക്കാനാണ്.
അതായത് പണ്ട് കാലത്ത് 40ഓളം സംസ്കാരങ്ങളാണ് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത്. 40ഓളം സംസ്കാരങ്ങളാണ് ധർമ്മശാസ്ത്രത്തിൽ പണ്ട് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ലോപിച്ചിപ്പോൾ 16 ആയിരിക്കുന്നു. 16 സംസ്കാരങ്ങൾ കൂടിയാണ് പലതെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അസുരവിദ്യകളായിരിക്കും ജനിക്കുന്നത്. അത് ലോകത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാകും. അപ്പൊ അതുകൊണ്ട് ഈ 16 സംസ്കാരങ്ങൾ തുടങ്ങുന്നത് ഗർഭാധാന സംസ്കാരം, സന്താനപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന സംസ്കാരമാണിത്. അത് വിവാഹം കഴിഞ്ഞ് പണ്ടൊക്കെ നാല് നാളായിരുന്നു വിവാഹം. ഇപ്പൊ അത് ഒരു ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അവസാന ദിവസം തന്നെ, വിവാഹം ചെയ്യുന്ന ദിവസം തന്നെ രാത്രി ശേഷഹോമം, പിന്നെ ശാന്തി ഹോമം എന്ന് പറയും, ഈ ചടങ്ങ് നടത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് പുംസവനം, ഗർഭം തിരിച്ചറിഞ്ഞ 3ാമത്തെ മാസത്തിൽ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്കായി ചെയ്യുന്ന സംസ്കാരമാണിത്. പിന്നെ സിമന്തോന്നയനം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വേണ്ടി 6, 7, 8, 9 മാസങ്ങളിൽ നിർവഹിക്കേണ്ട സംസ്കാരമാണിത്. ആപസ്തംഭൻ പറയുന്നു പ്രഥമ ഗർഭത്തിൽ സീമന്തം ചെയ്യേണ്ടതാണെന്ന്. പിന്നെ ജാതകർമ്മം, അത് നമുക്കറിയാം, ആൺകുട്ടി ജനിച്ചാൽ പൊക്കിൾക്കൊടി വേർപെടുന്നതിന് മുമ്പ് ചെയ്യുന്ന സംസ്കാരമാണിത്. നാമകരണം, ജനിച്ച് 11ാം ദിവസം നടത്തുന്ന സംസ്കാരമാണ് നാമകരണം. നിഷ്ക്രമണം, 4ാം മാസം കുട്ടിയെ അച്ഛനും അമ്മയും ചേർന്ന് വീടിന് പുറത്തു കൊണ്ടുവന്ന സൂര്യനെ കാണിക്കുന്ന സംസ്കാരമാണിത്. അന്നപ്രാശനം, ജനിച്ച 6ാം മാസത്തിൽ നാന്തി പുണ്യാഹവാഹനം ചെയ്ത് തൈര്, തേൻ, നെയ്യ്, അന്നം ഇവ ചേർത്ത് മന്ത്രം ചൊല്ലി കുട്ടിക്ക് അന്നപ്രാശനം ചെയ്യുന്ന സംസ്കാരമാണിത്. അങ്ങനെ ചൂടാകർമ്മം, ജനിച്ച് അങ്ങനെ പോകുന്നു. കർണവേദം, അങ്ങനെ പോകുന്നു. അങ്ങനെ വിദ്യാരംഭം, ഗർഭാധാനം തുടങ്ങി വിദ്യാരംഭം വരെയുള്ള 10 പ്രധാനപ്പെട്ട പ്യൂരിഫിക്കറ്ററി പ്രോസസ് സംസ്കാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ജനിക്കുന്ന വേദങ്ങളിലെ വിഹിതമനുസരിച്ച് ഇതെല്ലാം ചെയ്യുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ജനിച്ച കുട്ടികൾ ദൈവിക സ്വഭാവമുള്ളതായിരിക്കുന്ന പ്രഭുപാദർ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നു. അല്ലാതെ സ്വന്തം ഇന്ദ്രിയബുദ്ധിക്ക് വേണ്ടി പട്ടിയും പൂച്ചയുമാരി ഇണചേർന്നു കഴിഞ്ഞാൽ മിക്കവാറും അസുരവിദ്യകളായിരിക്കും പുറത്തു വരുന്നത്, ലോക സമാധാനത്തിന് സൃഷ്ടികളെ. അതുകൊണ്ട് വേദങ്ങൾ ഇതിനനുബന്ധിച്ച് പറയാം. വിഷ്ണു സഹസ്രനാമത്തിലെ 17ാമത്തെ ഫലശ്രുതി, 17ാമത്തെ ഫലശ്രുതിയില് വേദങ്ങളുടെ ഉത്ഭവം ആരാണെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് സർവാഗമാനാമാചാര പ്രഥമം പരികൽപ്പതേ ആചാരപ്രഭോ ധർമ്മസ്യ പ്രഭുരച്യുതഃ. സർവാഗമാനാമാചാര, ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. വേദങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമാണ് ആചാരം. കാരണം ആചാരങ്ങളിൽ കൂടിയാണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇത് മാറുന്നതും ഒരു തലമുറയ്ക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവുന്നതും. ആചാരപ്രഭോ ധർമ്മസ്യ പ്രഭുരച്യുതഃ. ആചാരങ്ങളുടെ വേദങ്ങളുടെയും ആചാരങ്ങളുടെയും ഉത്ഭവസ്ഥാനവും അതിന്റെ യജമാനനും ആരാണ്? അച്യുതനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനാണ് വേദങ്ങളുടെ ഉത്ഭവം, അതിന്റെ യജമാനനും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മച്യുതി സംഭവിക്കും പറഞ്ഞ ഭഗവത്ഗീതയിൽ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാതെ, ശ്രീകൃഷ്ണ ഭഗവാനെ ഫോളോ ചെയ്യാതെ ആത്മീയോന്നതിക്കുള്ള സന്ദർഭങ്ങൾ കലികാലത്ത് വളരെ കുറവാണ്. എന്നാൽ കലികാലത്ത് ഈ ആചാരങ്ങളെ അനുഷ്ഠിക്കാനുള്ള ചുറ്റുപാടുകൾ കുറവായതുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇത് ഷോഡശകം നാം കലികൽമശനാശനം നാദ പരതരോപായ സർവവേദേഷു ദൃശ്യത. ബ്രഹ്മദേവൻ നാരദമൂർത്തി അഡ്വൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ കലികാലത്തിൽ ഹൃദയ ധ്യായതോ വിഷ്ണു, ഹൃദയത്തിൽ ധ്യാനമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം. ത്രേതായാം വിചതോ മഹരി, ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ. ദ്വാപരേ പരിചര്യായം, ദ്വാപരയുഗത്തിൽ ശ്രീ വിഗ്രഹ പരിചരണം, വിഗ്രഹാരാധന. കലോത ഹരികീർത്തന, കലിയുഗത്തിലെ ഹരികീർത്തനം കൊണ്ട് മാത്രം നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൊണ്ട് മാത്രം നമുക്ക് പരിശുദ്ധി പ്രാപിച്ച ഭഗവത്ധാമത്തിലേക്ക് മടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം
ഇരുകാലി മൃഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ മനുഷ്യനെ മൃഗതലത്തിലേക്ക് എത്തിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ നമുക്കറിയാം, യുദ്ധം നടക്കുകയാണ് ലോകം മുഴുവനും. എപ്പോഴാണ് എവിടെയാണ് ബോംബ് വീഴണമെന്ന് അറിയില്ല നമുക്ക്. ഇതെല്ലാം കാരണം അസുരന്മാർ ലോകം മുഴുവനും ഭരിച്ചത് കൊണ്ടാണ്. വേദങ്ങളെ പിന്തുടരാതെ ഗർഭാധാന സംസ്കാരം തുടങ്ങി എല്ലാ ഷോഡശ സംസ്കാരങ്ങൾ പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സ് പിന്തുടരാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. പക്ഷേ കലികാലത്തിൽ 500 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭു, ശ്രീകൃഷ്ണ ഭഗവാൻ രാധാഭാവത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. അദ്ദേഹം സങ്കീർത്തന യജ്ഞത്തിന് നാന്ദി കുറിച്ചു. അങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൊണ്ട് മാത്രം നമുക്ക് കലികത്തിൽ പരിശുദ്ധി പ്രാപിച്ച് ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങാം. വളരെ സിമ്പിളാണ്. ഏതായാലും നമുക്ക് ഈ ഗുണങ്ങളെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിലെ ആദ്യത്തെ ഗുണം, ദൈവിക ഗുണങ്ങളിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിർഭയത, ഭയമില്ലായ്മ. ഭയം എന്തുകൊണ്ട് നമുക്കുണ്ടാവുന്നു? അഭയമില്ലാത്തത് കൊണ്ട്. അഭയമില്ലാത്തത് കൊണ്ട് ഭയം ഉണ്ടാകുന്നു. ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധത്തിൽ കവി യോഗേന്ദ്ര നിമി രാജാവിനോട് പറയുന്നു, ഭയം ദ്വിതീയ അഭിനിവേശത സ്യാത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരതലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ മറന്ന് നമ്മൾ ശരീരബോധത്തിൽ തളയ്ക്കപ്പെടുമ്പോൾ ഭഗവാന് തന്നെ മായാശക്തിയാൽ നമുക്ക് ഭയമുണ്ടാകും. കാരണം നമ്മൾ അഭയം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ സ്വന്തം നിലനിൽപ്പിൽ സ്വന്തം ശക്തിയിൽ ഇവിടെ കഴിഞ്ഞുകൂടാം എന്നുള്ള മായയിൽപ്പെട്ടു. അങ്ങനെ മായയിൽപ്പെട്ട കാരണം നമുക്ക് അത് മിഥ്യാഹങ്കാരമാണ്. മിഥ്യാഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ് ആണ് സിദ്ധാഹം, ഭോക്താഹം, ഈശ്വരാഹം. സിദ്ധാഹം എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഭോക്താഹം, ഈ കാണുന്ന സൃഷ്ടിയെല്ലാം എൻ്റെ ആസ്വാദനത്തിനുള്ളതാണ്. ഈശ്വരാഹം, ഞാനാണ് ഇതിന്റെ എല്ലാം യജമാനൻ, നിയന്താവ്, ലോഡ്, ഐ ആം ദ ലോഡ് എന്നുള്ള ഭൗതികമായ വിദ്യാഹങ്കാരത്തിൽപ്പെട്ട് ഈ ലോകം മുഴുവനും അടിപിടി നടക്കുകയാണ്. ഇന്ന് ലോകമഹായുദ്ധത്തിൽ, ലോകത്തിന്റെ യുദ്ധങ്ങളുടെ കാരണം ഒരു രാജ്യത്തിലെ പ്രസിഡന്റ് പറയുന്നത് ഞാനാണ് കേമൻ, മറ്റേ ആൾ പറയുന്നത് ഞാനാണ് കേമൻ. അപ്പൊ അങ്ങനെ അടിപിടി നടക്കുകയാണ്. അങ്ങനെ സ്വയം നശിച്ച് നാരായണക്കല പഠിക്കണം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ നടക്കുകയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന യജ്ഞത്തിൽ ലോകമെമ്പാടുമുള്ള ഭക്തന്മാർ പങ്കാളികളാവുകയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഒരു 10,000 വർഷത്തേക്ക് ഇവിടെ സുവർണയുഗം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഭയം എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് സന്യാസിക്ക് പറഞ്ഞിട്ടുള്ള ഗുണമാണെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. ഭയമില്ലാത്ത അവസ്ഥ, നമ്മൾ തൊട്ടതിനും തൊടിച്ചൊക്കെ ഭയമാണ്. റോഡിൽ ഇറങ്ങിയ ജീവനോടെ തിരിച്ചു വരുമെന്ന് അറിയില്ല, അങ്ങനെയാണ് കാറുകളും വണ്ടികളൊക്കെ ചീറിപ്പായുന്നത്. ഡോൺ കെയർ. തൊട്ടൊരുമയാണ് ഓരോ വാഹനങ്ങൾ പോകുന്നത്. എനിക്ക് മുന്നോട്ട് പോകണം, നീ അവിടെ നിൽക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വാഹനങ്ങൾ പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, യു ആർ ടു ക്രോസ്, ലെറ്റ് മീ ഗോ ഫസ്റ്റ്. ഇത് വളരെ അഹങ്കാരമാണ്. അങ്ങനെ ലോകം മുഴുവനും, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം കൂടുതൽ അഹങ്കാരികളാണ്, അങ്ങനെ നടക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഈശ്വരനെ പറ്റിയുള്ള സയന്റിഫിക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. മതങ്ങളല്ല, മതങ്ങൾ ശരീരതലത്തിൽ പ്രത്യേക കർമ്മങ്ങളിൽ പെട്ടുകിടക്കും. എന്നാൽ ദി നോൺ സെക്ടേറിയൻ സയൻസ് ഓഫ് ഗോഡ്, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ലാത്തതായ ജഗദീശ്വരൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ, അദ്ദേഹം ഹിന്ദു അല്ല, ക്രിസ്ത്യാനി അല്ല, മുസ്ലിം അല്ല, ഒന്നുമല്ല. ജഗദീശ്വരൻ എല്ലാവർക്കും പിതാഹമസ്യ ജഗതോ, ഈ ജഗത്തിന്റെ പിതാവ് ഞാനാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ഒരൊറ്റ വഴി, ഏവം പരമ്പരാപ്രാപ്തം, ശ്രീകൃഷ്ണ ഭഗവാൻ നിന്ന് തുടങ്ങുന്ന ആചാര്യ പരമ്പരയിലെ ആചാര്യന്മാരിൽ സേവനം ചെയ്ത് അവരെ ശ്രവണം ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും, അവരുടെ അടുത്ത് ചോദ്യോത്തരങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവരെ സന്തോഷിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഹൃദയത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തരും. വേറെ വഴിയൊന്നുമില്ല.
എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുണങ്ങളെല്ലാം ആർജിക്കേണ്ടതായത് കൊണ്ട് ഒരു ഭക്തന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും. ഇപ്പൊ കലികാലത്തിലെ ഈ ഗർഭധാന സംസ്കാരം തുടങ്ങിയ സംസ്കാരങ്ങളൊന്നും നടക്കുന്നില്ല. ശരിക്കും നടക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി ലോകം മുഴുവൻ ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പതിതരായ ജനങ്ങളെ എങ്ങനെ ആധ്യാത്മിക ലോകത്തെ തിരിച്ചെത്തിക്കാമെന്ന് ഭഗവാൻ വ്യാകുലനായിട്ട് സൃഷ്ടി അദ്ദേഹമാണല്ലോ ചെയ്ത് അദ്ദേഹത്തിന് കടമയുണ്ട് തിരിച്ച് നമ്മളെ എത്തിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം യന്ത്രത്തിൽ ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. കലികാലേര നാമരൂപേണ കൃഷ്ണ അവതാരം. അങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മന്ത്രോച്ചാരണം വഴി നമുക്ക് പരിശുദ്ധി പ്രാപിച്ച് തിരിച്ച് ആധ്യാത്മികത്തിൽ പോകാനുള്ള വളരെ സരളമായ പദ്ധതി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ജപിക്കണം മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ സത്സംഗത്തിൽ വരിക, ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയത് ക്ലാസുകൾ കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, സംശയ നിവാരണം ചെയ്യുക. കാരണം സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ട്. സംശയം നശിച്ചു പോകുന്നു. സംശയം ചോദിക്കാനുള്ള അവസരങ്ങൾ അന്താരാഷ്ട്ര കൃഷ്ണോത്സവ സമിതിയുടെ സത്സംഗങ്ങളിലെല്ലാം ഉണ്ട്. ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ ക്ലാസ്സുകളിൽ അവസാനം അരമണിക്കൂറോ 3/4 മണിക്കൂറോ എത്ര വേണമെങ്കിലും ഭക്തന്മാര് സംശയ നിവൃത്തിക്കായിട്ട് സമയം അനുവദിക്കാറുണ്ട്. അത് ദയവായിട്ട് പ്രയോജനപ്പെടുത്തണം. കൂടാതെ എല്ലാം അറിയുന്ന ആരുമില്ലല്ലോ. അപ്പോൾ ഒരു സംശയത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ഉയർന്ന ഭക്തന്മാർ പറഞ്ഞ് നമുക്ക് മാറ്റിക്കുന്ന സംശയങ്ങൾ ഉടനെ പറയാനെത്തും. അല്ലാത്തത് കൂടുതൽ സീനിയറായിട്ടുള്ള ഭക്തന്മാരുടെ ചോദിച്ച് പറയാനുള്ള ഒരു അവസരവും ഈ സത്സംഗത്തിലുണ്ട്. പ്രഭുപാദ് പറഞ്ഞ മാതിരി ഈച്ച് വൺ ടീച്ച് വൺ ബൈ വൺ. ഓരോരുത്തരും അവനവന്റെ തലത്തിൽ ഇത് പ്രചരിപ്പിക്കുക, ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുക, ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുക. അതേസമയം ഉയർന്ന ഭക്തന്മാരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പ്രക്രിയയാണ്. അപ്പോൾ ഭയം എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണഭുലിയ ഭഗവാൻചകരെ ഛപടീരമായ, കൃഷ്ണനെ മറന്ന് സ്വന്തം ഇന്ദ്രിയ ആസ്വാദനം ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോഴത്തേക്കും മായ പിടിക്കുന്നു. ഭഗവാന്റെ മഹാമായ പിടിക്കുന്നു. മഹായ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അന്ധരായി കഴിഞ്ഞു. എല്ലാത്തിനും സംശയം, മരണഭയം അത് നമ്മളെ പിന്തുടരുന്നതാണ്. പിന്നെ വേണ്ട എത്രയോ ഉണ്ട്. എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. റോഡിൽ ഇറങ്ങിയാൽ വീട്ടിൽ തിരിച്ചു വിടുമെന്നറിയില്ല. യുദ്ധങ്ങളും ചതിയും വഞ്ചനയും കാപട്യം നിറഞ്ഞ കലിയുഗമാണിത്. അതുകൊണ്ട് കഴിയുന്ന വേഗം ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് തിരിച്ചു പോകാനാണ് ഭഗവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭയമില്ലാതാവാനായിട്ട് അഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഹരിഭക്തി വിലാസത്തിൽ പറയും. ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം രക്ഷിത്യേതി വിശ്വാസോ ഗോപ്തൃത്വ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. ഭഗവാൻ ശരണാഗതി ചെയ്യാനായിട്ട് ഭഗവാൻ നോക്കിക്കോളും. വേറെ ആരും നമ്മൾ നോക്കാൻ നിൽക്കും? വേറെ ആർക്കും നമ്മൾ കഴിവൊന്നുമില്ല. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ഭയമില്ലാതാകുന്നത്. അഭയം കിട്ടുമ്പോൾ നമുക്ക് ഭയമില്ലാതാകും. കൃഷ്ണൻ ഭഗവതിൽ പറയുന്നുണ്ട്, ഏ ധാമാം പ്രപദ്യന്തി താം സദൈവ ഭജാമ്യഹം. അസി അപ്രോച്ച് മീ സോഷ്യൽ റെസിപ്രൊക്കേറ്റ്. ഈശ്വരനില്ലാന്ന് വിചാരിച്ച ഈശ്വരനില്ല, ഭഗവാൻ. പക്ഷെ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നത് വിചാരിച്ച ഭഗവാൻ രക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പരമ്പരയിൽ വന്ന് ആചാര്യന്മാരെ അനുസരിച്ച് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും അപ്പോൾ ഭയത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്തെന്നാൽ അസ്തിത്വത്തിന്റെ ശുദ്ധി. അതായത് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് കാമം മൂലമാണ്. ശ്രീകൃഷ്ണ പ്രേമത്തിന്റെ തലതിരിഞ്ഞ വഴിപിഴച്ച പതിപ്പാണ് ഇവിടുത്തെ കാമം. കാമം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണാകർഷണം. ഇതിലാണ് ലോകം ചലിക്കുന്നത്. അതിന്ന് പുറത്തു വരിക അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇതിലെ ആ തലത്തിലിരിക്കുന്ന സന്യാസി വര്യന്മാരെ സേവനം ചെയ്യുമ്പോൾ ഭഗവാൻ സന്തോഷിച്ച് അതിന് പുറത്തു വരാനുള്ള ഉൾശക്തി നമുക്ക് ഭഗവാൻ തരും. അപ്പോൾ അതാണ് വേറെ വഴി. സ്ത്രീ പുരുഷ ആകർഷണത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് സംശുദ്ധിയുടെ പ്രധാന അസ്തിത്വത്തിന്റെ ശുദ്ധി. ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ,
അതായത് ഇസ്കോണില് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കണം, പ്രഭുപാദയുടെ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം, സംശയ നിവാരണം ചെയ്യണം, സേവനം ചെയ്യണം. അത് കഴിഞ്ഞ് പല വിധത്തിലുള്ള നിഷ്കർഷകളുണ്ട്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആത്മജ്ഞാന നിഷ്ഠ. പിന്നെ ദാനമാണ് മറ്റൊരു ഗുണം. ഇത് ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമാണ്. അതായത് ന്യായമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കാൻ വേണ്ടുന്ന സമ്പത്ത് നേടുകയും അതിൽ പകുതി ലോകമാനം കൃഷ്ണാവബോധം ലഭിക്കാൻ വേണ്ടി ചെലവഴിക്കുകയും വേണം. അതായത് ദാനം എങ്ങനെ ചെയ്യുന്നതാണ്? ദാനം എല്ലാം തന്നെ 3 വിധത്തിലുണ്ട്. സത്വഗുണത്തിലുള്ള ദാനം, രജോ ഗുണത്തിലുള്ള ദാനം, തമോ ഗുണത്തിലുള്ള ദാനം. അത് സമയത്തിന്റെ ദാനമാവാം. എന്റെ വിലപ്പെട്ട സമയം ഒരു കള്ളുഷാപ്പ് ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലുള്ള സമയത്തിന്റെ ദാനമാകും, എന്റെ വിശേഷപ്പെട്ട സമയത്തിന്റെ ദാനമാകും. രജോ ഗുണത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു വാഹനം മേടിക്കുകയാണ്, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം മാസത്തിൽ രജോ ഗുണത്തിലുള്ള ദാനമാണ്. അതായത് നമ്മുടെ സമയം വിനിയോഗിക്കുകയാണ് അറിയാതെ. ശ്രേഷ്ഠമായ ദാനം സത്വഗുണാധിഷ്ഠാനത്തിലുള്ള ദാനമാണ് ശ്രേഷ്ഠം. അതായത് ആത്മോന്നതിക്ക് സഹായിക്കുന്ന ദാനങ്ങൾ. എന്നാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം മറ്റൊരു ഭക്തന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതിലും മേലാണ് ശുദ്ധസത്വത്തിലുള്ള ദാനമാണ്. അപ്പൊ സത്വഗുണത്തിലുള്ള ദാനമാണെങ്കിലും നല്ല കാര്യത്തിനായിട്ട് നമ്മൾ ചെലവഴിച്ചാലും അത് പിന്നെയും ജന്മമരണങ്ങൾക്ക് കാരണമാകും. അതിൽ കൂടുതലായിട്ടത്. പിന്നെ ദമം ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും തന്റെ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായ കാമവൃത്തിക്കായി ഉപയോഗിച്ചുകൂടാ. അതാണ് ആത്മനിയന്ത്രണം. പിന്നെ അടുത്തതാണ് യജ്ഞം. യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു പ്രീതിക്കുള്ളതാണ് യജ്ഞം. അഹം ഹി സർവയജ്ഞാനാം ഭോക്താജ പ്രഭുരേവ നതു മാം അഭിജാനാതി തത്വേന ദച്ഛവന്തിതേ. ശ്രീകൃഷ്ണൻ പറയണു, അഹം ഹി സർവയജ്ഞാനാം ഭോക്താജ പ്രഭുരേവ. ഞാൻ മാത്രമാണ് എല്ലാ യജ്ഞങ്ങളുടെയും പരമാസ്വാദകനും യജമാനനും എന്ന് ആരും മനസ്സിലാക്കുന്നില്ലയോ അവർക്ക് ആത്മസ്ഥിതി സംഭവിക്കുന്നു. അപ്പൊ യജ്ഞപുരുഷൻ വിഷ്ണുവാണ്, കൃഷ്ണനാണ്. കൃഷ്ണനെ പ്രീതിപ്പെടുത്താനാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. പക്ഷെ കലികാലത്ത് യജ്ഞങ്ങൾ വേണ്ട വിധം അനുഷ്ഠിക്കപ്പെടില്ല. അതിന് ശക്തിയുള്ള തപസ്യയുള്ള യജ്ഞാചാര്യന്മാരും കുറവാണ്. അതുകൊണ്ട് കലികാലത്തിലേക്ക് വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്ര ജപയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം. അത് ഭഗവാൻ ഭഗവതിയിലും പറയുന്നുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി. അങ്ങനെ ഏറ്റവും വലിയ യജ്ഞമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര യജ്ഞം. പിന്നെ എന്താണ് അടുത്ത ക്വാളിറ്റി എന്നാണ് പറയുന്നത്? അടുത്ത ക്വാളിറ്റി ദാനം, ആത്മനിഷ്ഠ, യജ്ഞം, വേദപഠനം. അതെ, വേദപഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ശ്ലോകങ്ങളിൽ കൂടി വ്യാസമഹർഷി വേദങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദ, അഥർവവേദം ഇതെല്ലാം വായിച്ച് പഠിക്കാനുള്ള സംസ്കൃത പാണ്ഡിത്യം നമുക്കില്ല, എനിക്കില്ല, മറ്റുള്ളവർക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. സമയം പോരാ. ലക്ഷോപലക്ഷം ശ്ലോകങ്ങൾ മനസ്സിലാക്കാനും ഉള്ള സംസ്കൃത പരിജ്ഞാനവും ഇന്ന് കലികാലത്തിലുള്ളവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ 60ഓളം വരുന്ന പുസ്തകങ്ങളിലും 2000ഓളം വരുന്ന ലെക്ചേഴ്സും അതൊക്കെ നമുക്ക് കുറേശ്ശെ വായിക്കുന്ന വഴി വേദാന്ത രഹസ്യം ഹൃദയസ്ഥമാക്കി തരും പ്രഭുപാദർ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ വിജ്ഞാനം. അതാണ് അവരെടുത്തുകൊണ്ടേ. അതാ ഞാൻ ചോദിച്ചേ. നന്നായി, നല്ല ഭംഗിയുണ്ടോ? എത്ര രൂപ ഉണ്ടായിരുന്നു? 2000. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കാര്യം കുറവ് വരുത്തുന്ന പറഞ്ഞോണ്ടാ. അതാ ഞാൻ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണം. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എന്താ ഹരേ കൃഷ്ണ? അല്ല, ഇടയ്ക്ക് ആരും സംസാരിച്ചു പ്രഭു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രഭു ഒരു കാര്യം, ജസ്റ്റ് ഇപ്പൊ 9 കഴിഞ്ഞു. വി ഹാവ് ടു കവർ 17 ശ്ലോകാസ്.
ഓ ഇതെന്നായാലും കഴിഞ്ഞ അവൻ ജസ്റ്റ് ഈ ശ്ലോകത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞ് പോവാൻ പ്രഭു. കാര്യം ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് ഓക്കെ 17 ശ്ലോകങ്ങൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നാലാമത്തേത് ദംഭോ ദർഭമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച വിജാതസ്യ പാർത്ഥ സമ്പാദമാസുരീം. ഹേ പാർത്ഥ, ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ അസുരഗുണങ്ങളാണ്. ദേവി സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാശുര സമ്പദം ദേവി മഹിജാതോസി പാണ്ഡവ. അബോധിക ഗുണങ്ങൾ മുക്തിസാധകങ്ങളും ആസുര ഗുണങ്ങൾ ബന്ധകാരണങ്ങളുമാണ്. പാണ്ഡുനന്ദന, ദൈവഗുണങ്ങളോടെ പ്രഥമനായതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട. ഭൂതസർഗോ ലോകേ യസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരജ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു. ഹേ പാർത്ഥ, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം ദൈവികം എന്നീ 2 വിഭാഗങ്ങളിൽ പെടും. ഞാൻ ദൈവഗുണങ്ങളെ പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ, ഇനി ആസുര ഗുണങ്ങളെ വിവരിക്കാം. പ്രവൃത്തിഞ്ച നിവൃത്തി. അപ്പോൾ 6 അസുര ഗുണങ്ങളും 26 ദൈവഗുണങ്ങളുമാണ്. ഇനി അസുര ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച ജനാന വിജരാസുര ന ശൗചം ന വിചാചാരോ ന സത്യം തേഷു വിദ്യതേ. വിവർത്തനം: ചെയ്യേണ്ടത് എന്തെന്നോ ചെയ്യരുതാത്തത് എന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. ശ്ലോകം 8. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപസ്പര സംഭൂതം വിമന്യത് കാമഹൈതുകം. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗിക അഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്ന് അവർ പറയുന്നു. 9. യേഷാം ദൃഷ്ടിമൗഷ്ടഭ്യ നഷ്ടാത്മാനൽപബുദ്ധേഹ പ്രപന്തുഗ്രകർമാണ ക്ഷയായ ജഗതോഹിതാഹ. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായി അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. കാമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനാദാന്വിതാഹ മോഹാദ്രിഹാൻ പ്രവർത്തന്തേ ശുചീകൃതാഹ. അടക്കാനാവാത്ത കാമം കൊണ്ടും ദംഭം, ദുർവിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരുമായ അസുര സ്വഭാവികൾ ക്ഷണികമായതിൽ ആകൃഷ്ടരായി എന്നും പ്രവൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. 11. ചിന്താമഗ്നിമേയാം ച പ്രളയാന്താമുപാശ്രിതാഹ കാമോപഭോഗപരമാ ഏതാവതിഥി നിശ്ചിതാഃ ആചാപാശയതൈർബദ്ധ കാമക്രോധപരായണാഃ ഈഹന്തി കാമഭോഗാർത്ഥ സഞ്ചയാൻ. ഇന്ദ്രിയ സന്ദർഭമാണ് മാനുഷിക സംസ്കാരത്തിന് പ്രധാന വശ്യമെന്ന് അവർ കരുതുന്നു. അക്കാരണങ്ങളാൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലകളിൽ അകപ്പെട്ട കാമകൃതങ്ങൾക്ക് അധീനരായി സുഖങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു. ഇതമധ്യമയാ ലബ്ധമിമം പ്രാപ്സ്യേ മനോരഥം തമസ്മീത മധുമേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹതശത്രു ഹനിഷ്യേ ചാനരാനുഭി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോഭിജനമാസ്മി കോന്യോസ്തി സദൃശോ ഛേദാസ്യാമി മോദിഷ്യ ഇത്യജാന വിമോഹിതാഹ. ആസുര സ്വഭാവം ഇങ്ങനെ വിചാരിക്കും: ഇന്ന് എനിക്ക് ഇത്രയേറെ ധനമുണ്ട്, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കും. ഇത്രയേറെ ധനം എനിക്കിപ്പോഴും ഉണ്ട്, അത് ഭാവിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും. ഞാൻ അയാളുടെ ശത്രു, അയാൾ എന്റെ ശത്രുവാണ്, ഞാൻ അയാളെ കൊന്നു, ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും. ഞാൻ എല്ലാത്തിനും ഉടമയാണ്, ഞാൻ സുഖിയാണ്, എല്ലാം തിരിഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്. തുല്യനേരായ ബന്ധുക്കൾ എന്നുണ്ടെന്ന് എനിക്ക് എന്നോളം ശക്തിമാനും സന്തോഷവുമായ ആരുമുണ്ട്. ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ദാനം ചെയ്യും, സന്തോഷിക്കുമെല്ലാം ഓർത്താൻ പറഞ്ഞ. 16. അനേകചിത്ത വിഭ്രാന്ത മോഹജാലസമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു. ഇങ്ങനെ പലവിധം ആകാക്ഷങ്ങളിൽപ്പെട്ട വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയസുഖങ്ങളിൽ അത്യാസക്തരായി അവസാന ശ്ലോകം: ആത്മസംഭാവിത സ്തബ്ധ ധാനമാനമതാന്വിതാഹ ഇതന്തേ നാമ യജ്ഞൈസ്തേ ദംഭോന വിധിപൂർവകം. നിഷേധികളും സ്വയം സംതൃപ്തരമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേര് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. അത് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പ്രയാസമാണ്. ഏതായാലും ചോദ്യോത്തരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ ഭക്തന്മാരും ഇതിലെ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇത്. സത്യം പറഞ്ഞാല് ഈ 26 സ്വഭാവങ്ങൾ
മനുഷ്യർ ഇത്രയും ആലോചിക്കില്ല. ഭഗവാൻ ഇത്ര നന്നായിട്ട് ഡീപ്പ് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലെ? 26 സ്വഭാവങ്ങൾ. അതാണ് ദേവാസുര ഭാവങ്ങൾ. ദൈവിക സ്വഭാവവും പിന്നെ ആസുരിക സ്വഭാവവും. അതില് ഈ 26 ശ്ലോകങ്ങള് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ എത്ര പേർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമ്മള് ശരിക്കും അത് ഇത്രയും 26 സ്വഭാവങ്ങള് വാർത്തെടുക്കണമെങ്കിൽ തന്നെ നമ്മൾ പൂർവജന്മത്ത് നല്ല ഒരു പയസ് ആക്ടിവിറ്റീസ് വേണം. ഇപ്പോഴത് നമ്മൾ ചുറ്റും കാണുന്നതൊക്കെ ഈ ഇത് പറഞ്ഞ പോലെ പേപ്പർ തുറന്നാല് പ്രഭു പറഞ്ഞ പോലെ ആസുര സ്വഭാവങ്ങളാണ് നമ്മുടെ. അതിനെപ്പറ്റി പ്രഭുവിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ ആസുര സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ അതിനെ പറ്റി ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഈ ദൈവിക സ്വഭാവം പ്രഭു നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ ആസുര സ്വഭാവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും പ്രഭു. ഞാൻ ശ്രമിക്കാം. അതായത് ജഗദീശ്വരനെ തിരിച്ചറിയാത്ത മാനവരാശി തമ്മിൽ തന്നെ നശിക്കും. അടിസ്ഥാനമാണ്. സോ പ്രഭുപാദർ നമുക്ക് വന്നിട്ട് the scientific presentation of the non-sectarian science of God. ഈശ്വരൻ ഒരു അടിസ്ഥാനപരമായിട്ട് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കാത്ത കൊണ്ടാണ് പ്രശ്നങ്ങൾ. എന്റെ എന്നുള്ളത്. പക്ഷേ അവസാനം ചത്തുപോകുന്നു. പാപം ശിവ ശിവ, ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് അവസാനം മരിച്ചു പോകുന്നു. ഭൗതിക ലോകം ഒരു ജയിലാണ്, അടിപിടി കൂടുന്ന സ്ഥലമാണ്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് പ്രഭുപാദരും ഭഗവാനും എല്ലാവരും കൂടി നമ്മളെ എതിരാണ്. പക്ഷേ ഈ ലോകം വളരെ പ്രശ്നമാണ്. എങ്ങനെ നശിച്ചു പോകാം എന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ തെറ്റായ പോക്കാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ പറ്റിയുള്ള യൂണിവേഴ്സിറ്റി എവിടെയാണ് ലോകത്തിൽ? There is no university in the world who teaches the science of the soul and the super soul. പ്രഭുപാദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതില്ലാത്തതാണ് പ്രശ്നം. ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം ധർമ്മോഹിതേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാനഃ. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണചേരുക, നിൽപ്പിനായിട്ടുള്ള സമരം. ജന്തുക്കൾ ചെയ്യുന്ന 4 കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള വിദ്യാഭ്യാസമാണ് ആധുനിക വിദ്യാഭ്യാസം. സോ കാൾഡ് മോഡേൺ എഡ്യൂക്കേഷൻ ഈസ് ഗിവിംഗ് us. അതായത് ഇരുകാലി മൃഗങ്ങളെ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം അതിലെ ആത്മീയത കൊണ്ടുവന്നില്ലെങ്കിൽ ലോകം നശിച്ചു തന്നെ പോകും. കലികാലത്തിന്റെ സ്വഭാവമാണത്. ആ കലികാലത്തിനിടയ്ക്കും ഒരു സുവർണയുഗം വരാനായിട്ടാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രാധാഭാവത്തിൽ ചൈതന്യ മഹാപ്രഭു രാധാഭാവത്തിൽ, കൃഷ്ണൻ രാധാഭാവത്തിൽ അവതരിച്ചത്. അതിന് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. 10,000 വർഷത്തേക്ക് ഒരു സ്വർണ്ണയും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഉള്ള പ്രശ്നങ്ങളെല്ലാം അത് മാറി വരും. ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ നിശ്ചയമാണത്. അപ്പോൾ ഇന്നത്തെ ലോകം അശാന്തിയുടെ ലോകമാണ്. അപ്പോൾ ജഗദീശ്വരനെ സയന്റിഫിക് ആയിട്ട് പ്രഭുപാദർ ഇവിടെ വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇസ്കോണിലെ ഭക്തന്മാർക്ക് അറിയാം. അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കാനും അതുവഴി ലോകമാസകമുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ലോകത്തിൽ വീണ്ടും ശാന്തി വരുന്നുള്ള പ്രതീക്ഷ ഇസ്കോൺ ഭക്തന്മാർക്കുണ്ട്. പ്രഭുപാദന്റെ ഫോളോവേഴ്സിന്റെ സംശയമില്ല. അപ്പോ ഈ ലോകത്തിന്റെ സ്വഭാവമാണ് ഈശ്വരനെ മറന്നുള്ള ജീവിതം. അത് ഈശ്വരൻ എന്താണെന്ന് അറിയില്ലല്ലോ. സ്വയം ഈശ്വരനാന്ന് ചിലർ അവകാശപ്പെടുന്നു, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നു, ഞാൻ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നു. ഇതെല്ലാം ഈശ്വരവാദത്തിന്റെ വിവിധ വശങ്ങളാണ്. അതിനെല്ലാം സൂക്ഷ്മകാരണം കൃഷ്ണനാണ്. എല്ലാം കൂടി ഇവിടെ പറയാനായിട്ട് സമയമില്ല. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ലോകം അങ്ങനെ വഴിതെറ്റിച്ച് പോയിട്ടാണ്. ഭൗതികം കലിയുടെ പ്രഭാവത്താൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും അതിലൊരു സിൽവർ ലൈനിങ്, അതാണ് മഹാപ്രഭുവിന്റെ അവതാരം. അപ്പൊ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് ആര് മനസ്സിലാക്കുവോ അവർ ജനനമരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ് അഥർവവേദത്തിൽ ബ്രഹ്മദേവൻ പിപലാദനോട് പറയുന്നുണ്ട്. ആ ശ്ലോകങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ പരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് all the slokas are available. പിന്നെ ഗംഗസമുദയിലെ അശ്വമേധ ഖണ്ഡത്തിൽ രാമാനുജാചാര്യൻ, മാധവാചാര്യൻ, നിർവാകാചാര്യർ, വിഷ്ണുസ്വാമി തുടങ്ങിയ മഹാഭക്തന്മാർ അവതരിക്കുന്നു. ഈ കലിയുഗത്തിന്റെ പ്രഥമസന്ധിയിൽ ഇവരെല്ലാം ഭൂലോകത്തെ പൗത്രീകരിക്കുമെന്നും
അതിൽ ഏറ്റവും പ്രധാനം കൃഷ്ണകഥയാണെന്നും ഒക്കെ പറഞ്ഞ് ഗർഗസംഹിതയിൽ ഗർഗാചാര്യരും പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളൊന്നും വെറും ഒരു ഭാവനയിൽ ഉണ്ടായതല്ല, ഇതിനെല്ലാം വളരെ അടിസ്ഥാനങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് സത്സംഗത്തിൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് പ്രസാദം കഴിച്ച് ഭഗവത്ഗീത ക്ലാസ്സുകൾ ഏറ്റെടുത്ത് കേട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ അജിരേണ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ സംഗതിയൊക്കെ ക്ലിയർ ആണ്. വേദേശ്ച സർവേ അഹമേവ വേദ്യോ, വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃഷ്ണ ഭഗവാനാണ്. കാരണം അതും പറഞ്ഞിട്ടുണ്ട്. എന്ത് പുരാണം അല്ല, യസ്മിൻ ഭഗവോ വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി, മുണ്ടക ഉപനിഷത്ത്. യസ്മിൻ ഭഗവോ വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി. ഭഗവാനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ബാക്കിയെല്ലാം സുതാര്യമായി തീരുന്നു. മുണ്ടക ഉപനിഷത്താണ്. സോ കുറച്ച് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരിൽ ചെന്ന് ഗുരുവായൂരിൽ നടയിൽ നിന്ന് കഴിഞ്ഞാൽ നടയിലേക്ക് നമ്മൾ തലേ ഭഗവാന്റെ ദർശനം ഉണ്ടാവില്ലേ? നടയിൽ കയറി നിന്നാൽ മതി, സത്സംഗത്തിൽ വന്നാൽ മതി. ഹരേ രാമ കൃഷ്ണ സത്സംഗത്തിൽ വരിക, ചോദ്യങ്ങൾ ചോദിക്കുക, ഒന്നും അന്ധമായിട്ട് വിശ്വസിക്കേണ്ട. മനസ്സിലാകുന്നവർക്കും സെയിം റിപ്പീറ്റ് ചോദ്യം ചോദിക്കുക, പ്രസാദം കഴിക്കുക, നാമം ജപിക്കുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് തരും. വേറെ വഴിയൊന്നുമില്ല. കാരണം ഇവൻ പരമ്പരാപ്രാപ്തം കൃഷ്ണൻ പറയുന്നുണ്ട്. ആ പരമ്പരയിൽ കൂടി അല്ലാതെ ശ്രീകൃഷ്ണ ഭാഗത്ത് വരുന്ന ധാരമുടിയാതെ വരുന്ന ഭക്തന്മാരുടെ ആചാര്യൻ പരമ്പരയിൽ കൂടി അല്ലാതെ ഭഗവാൻ മനസ്സിലാക്കാൻ ഒക്കില്ല. ആ പവർ ഓഫ് അറ്റോർണി ആ ആചാര്യന്മാർക്ക് ഭഗവാൻ തീർ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഡോണ്ട് കം ടു മീ ഡയറക്ട്ലി. ഭൗതികാചാര്യങ്ങൾക്കാണെങ്കിൽ നേരിട്ട് അമ്പലങ്ങളൊക്കെ പോകണം. ആചാര്യത്തിൽ നദിക്കാണെങ്കിൽ എന്റെ നേരിട്ടുള്ള ഭക്തൻ എന്റെ ഭക്തനല്ല, എന്റെ ഭക്തൻ എന്റെ ഭക്തനാണ്, എന്റെ ഭക്തൻ ആദിപുരാണത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി പറയാനുള്ള സന്ദർഭമുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. മാതായി ചോദിച്ചതിന് ആൻസർ കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് സംതിങ് ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ. ഈ പരമ്പരയിൽ കിട്ടിയ അറിവാണ്, ഒന്നും എന്റെ സ്വന്തമല്ല. ഒരുപാട് പുസ്തകങ്ങൾ കിട്ടിയ അറിവ് ഷെയർ ചെയ്യാണ്, ഒന്നും എന്റെ സ്വന്തമല്ല. അതാണ് പരമ്പരയുടെ മഹാത്മ്യം. അതാണ്, അതായത് പരമ്പരയിൽ വരുന്ന ആചാര്യന്മാര് സ്വന്തം മായാഭൂതജ്ഞാനം, മായയിൽപ്പെട്ട ബുദ്ധി വെച്ച് വേദങ്ങളെ വളച്ചൊടിച്ച് വിശകലിച്ച് ആകപ്പാടെ കുളമാക്കാതെ അതേ ആശയം അടുത്ത തലമുറയ്ക്ക്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് അർജുനൻ കേട്ടതിന് അർജുനൻ എന്ത് വ്യത്യാസമില്ല, അതേ റിസൾട്ടാണ് ഇന്ന് ആ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരിൽ നിന്ന് ശിഷ്യന്മാർ കേൾക്കുന്ന സെയിം റിസൾട്ടാണ്. അതാണ് അതിന്റെ പരമ്പരയുടെ, ആ പരമ്പരയുടെ മഹത്വം. അതാണ് ഇത് സ്വന്തമായിട്ടൊന്നും കൂട്ടിച്ചേർക്കില്ല, ഉള്ളത് കുറയ്ക്കില്ല, അതേപടി അടുത്ത തലമുറയ്ക്ക് മാറുന്നതാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. നമ്മുടെ സമയപരിമിതി ഇവിടെ നിർത്തുകയാണ്. എനിത്തിങ് എൽസ് മാതായി? കൃഷ്ണ, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി. ഗുരുസേവനമായിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങൾ സദസ്സിലുള്ള മറ്റു ഭക്തന്മാരെ ഷെയർ ചെയ്യുക. എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിൽ ഉടനെ പറയാൻ നോക്കും, അല്ലെങ്കിൽ അവർ തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. എന്റെ വളരെ പരിമിതമാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇത് പ്രഭുവിന്റെ എളിമയാണ് കാണിക്കുന്നത്. കാരണം പ്രഭു നമ്മുടെ ഇസ്കോൺ സെന്ററിന്റെ സീനിയർ മോസ്റ്റ് ഡിവോട്ടിയാണ്. അപ്പൊ പ്രഭുവിന്റെ എളിമ, നമ്മൾ ഈ ദൈവിക സ്വഭാവങ്ങൾ കാണിക്കുന്ന, നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഭ്യസിക്കണം അല്ലെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഡിവോട്ടീസിൽ നിന്ന് നമ്മൾ അറിയുന്നത് എന്താണ് നമ്മൾ. ശരിക്കും പ്രഭു പറയുന്ന പോലെ ഈ ലാളിത്യം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങള് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുമ്പോ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രഭു ഇത്ര ഹമ്പിളായിട്ടാണ് പറയുന്നത് അല്ലെ. അത് എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ഞാന് ഒരിക്കല് ഒരു ഇതിന്റെ എന്താ ഒരു ഫിലോസഫിക്കൽ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാം. നമ്മൾ അറിവ് നമ്മുടെ അറിവ് അറിയുന്നിടത്തോളം അല്ലെങ്കിൽ അത്രയും തന്നെ നമ്മൾ ഹമ്പിളായിട്ട് തല കുനിയണമെന്നാ പറയുന്നത്. നമുക്ക് അറിവ് ഉണ്ട് അല്ലെങ്കിൽ അറിവ് കിട്ടി എന്ന ഒരു അഹങ്കാരത്തെക്കാളും ആ അറിവോടെ നമ്മൾ എപ്പോഴും തല കുമ്പിട്ടിരിക്കണം. എന്ന് വെച്ചാൽ ഭഗവാനോട് അല്ലെങ്കിൽ ഭൂമി ദേവിയോളം നമ്മൾ താഴണമെന്നാ പറയുന്നത്. ശരിക്കും ഞാൻ ഒരു അതിശയമായിരുന്നു അങ്ങനെ.
എല്ലാവരും ഈ ഒരു PhD കിട്ടുമ്പോ തന്നെ അവർക്കൊരു അഹങ്കാരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ PhD കിട്ടുന്നവർക്ക് ഞാൻ പറയുന്നതല്ല, പക്ഷെ പൊതുവെ നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന ഒരു കാര്യമാണ്. ഒരു PhDയോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോ അപ്പൊ തന്നെ അവരുടെ ആ സ്വഭാവത്തില് അല്ലെങ്കിൽ അവരുടെ ആ ഇത് ബോഡി ലാംഗ്വേജ് തന്നെ മാറിക്കോളും. അപ്പൊ ഇതൊക്കെ നമ്മള് ഈ സത്സംഗില് വരുമ്പോഴാണ് നമുക്ക് എത്ര അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഭൂമിയോളം താഴണം, ഭഗവാന്റെ മുമ്പിൽ താഴണം. കാരണം അതാണ് ശരിക്കും സത്യം പറഞ്ഞാല് ഒരു അറിവ്. കാരണം ഒരു മാവ്, ഇത്ര വലിയൊരു മാവ്, ആ മാവിന്മേല് എത്രയോ മാങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ സീസൺ വരുമ്പോ ഇത്രയോ മാങ്ങ, ആ മാങ്ങയോടെ കൂടെ ആ മാവ് ഇങ്ങനെ ഭൂമിയോടിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൊമ്പ് ഇങ്ങനെ താഴുന്നു. അത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കണം. കാരണം അത്രമാത്രം ആ ഫലം കിട്ടിയെങ്കില് ആ മാവ് താങ്ക്സ് പറയാ, നന്ദി പറയാണ് ഭൂമിയോട്. കാരണം ഭൂമിയിൽ നിന്നാണ് അതിന് വെള്ളവും വളവും അല്ലെങ്കിൽ എല്ലാം കിട്ടുന്നത്. അപ്പോ ഒരു മാവിന്മേൽ ഇത്രയും ഫലം ആവുമ്പോ ആ കൊമ്പോടെ അങ്ങനെ താഴ്ന്ന് ഇങ്ങനെ വളഞ്ഞു വരും. അതൊക്കെ നാച്ചുറൽ ആണ്. അപ്പൊ അതുപോലെയാണ് നമുക്ക് എത്ര അറിവ് കിട്ടിയാല് അതുപോലെ നമ്മള് ഭഗവാന്റെ മുമ്പില് അല്ലെങ്കിൽ സീനിയർ വൈഷ്ണവസ് ഉണ്ട്, അവരുടെ സന്യാസിമാരുടെ മുമ്പില് നമ്മള് നമസ്കരിക്കണം. ജ്ഞാനപ്പാനയിലുണ്ടല്ലോ, ആ ഇവരെ കാണുമ്പോ വന്ദിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ് അല്ല പ്രഭു? സത്യമല്ലേ? എനിക്കൊരു എന്താണ് ഭഗവത് ഭക്തി യാതിശാസ്ത്ര ജപസ്തവ അപ്രാണസ്യവ മണ്ഡനം ലോകരഞ്ജനം. ആ അതായത് ഈ അലങ്കരിക്കുന്നത് ബന്ധുക്കൾക്ക് കാണുമ്പോ കുറച്ച് നല്ല ഇതൊക്കെ കപ്പടാക്കം വെച്ച് കുറിയൊക്കെ തൊട്ട്, പക്ഷെ ആൾക്കാർക്ക് തൽക്കാലം ഒരു രസം കിട്ടുന്നല്ലാതെ അതേമാതിരി ഭഗവത് ഭക്തി ഇല്ലാത്ത, കൃഷ്ണഭക്തി ഇല്ലാത്ത ജാതി ഒരു ഡെഡ് ബോഡി മാതിരിയാണെന്ന് നമ്മുടെ വൈദിക ശാസ്ത്രം നമ്മളെ ഉത്ബോധിക്കുന്നു. പ്രഭുവാന്റെ കാരണത്താൽ ഈ ശ്ലോകങ്ങളൊക്കെ ഓർക്കാനും പറയാനും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടാണ്. വേറെ ഒന്നുമില്ല ആ കാര്യം. അതായത് അതാണ് ഈ 4ാമത്തെ ശ്ലോകം മുതല് ഇതില് കാണിക്കുന്നത്. ദമ്പോ ദർപ്പണ ദമ്പോ, അതായത് നമുക്ക് ചെറിയൊരു അറിവ് കിട്ടുമ്പോഴേക്കും അവർക്ക് ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷം, ഇതെല്ലാം അജ്ഞാനം എന്നൊക്കെ പറയാം. ഈ ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം ഇതൊക്കെ വന്നാൽ തന്നെ പിന്നെ അവര് എത്ര ഡിഗ്രീസ്, ഇത്രയും വലിയ വാല് വെച്ച് ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വന്നാല് ഭഗവാന്റെ മുമ്പിൽ ഒന്നുമില്ല, സീറോ. ഇല്ല, ഇത് ശരിക്കും ഭഗവാൻ ഇത്ര നന്നായിട്ട് പറയുന്നുണ്ട്. ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, ഇതൊക്കെ ആസുര ഗുണങ്ങളാണ്. അപ്പൊ നമ്മുടെ ചുറ്റും നടക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ഇതിലുണ്ട്. അതാണ് ഈ ഒരു വല്ലാത്ത, ശരിക്കും ഒരാളെ അളക്കുന്ന ഒരു ചാപ്റ്ററാണ് 16ാമത്തെ എവിടെ നിൽക്കുന്നു എന്ന് തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് നടത്താനുള്ള ഒരു അനുഗ്രഹമാണ് ഇതിൽ കൂടി നല്ലൊരു ചാപ്റ്ററാണത്. ഇത് അതുകൊണ്ടാണ് നമ്മള് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാര് തെറ്റിദ്ധരിക്കരുത്. ആരെയും കുറ്റപ്പെടുത്താനോ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഭഗവാൻ എത്ര നന്നായിട്ട് മനുഷ്യരെ വിവരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരുടെ ഗുണങ്ങളെ പറ്റി ഭഗവാൻ എത്രയോ വർഷം മുമ്പ് വിവരിച്ചു നൽകുന്നു. അതൊന്നും നമുക്ക് വെറുതെ കിട്ടില്ലല്ലോ. ഇത് വായിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവും. പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എത്രയോ സീനിയർ ഡിവോട്ടീസ്, ഇപ്പൊ പ്രഭു ആണെങ്കിൽ എത്രയോ സീനിയർ ആയിട്ട് വർക്ക് ചെയ്ത, മെറ്റീരിയലി എത്രയോ ജോലിയൊക്കെ ഉള്ള വലിയൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇത്രയും നമ്മുടെ നല്ല രീതിയിൽ ഭഗവാന്റെ
ഈ സ്വഭാവ ഗുണങ്ങളെ ദൈവിക ആസുര സ്വഭാവ ഗുണങ്ങളെ പറ്റി ഭഗവാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി പ്രഭു ഇവിടെ വന്ന് നമുക്ക് നന്നായിട്ട് വിവരിച്ച് തന്നു. അപ്പോ ഞാൻ എൻ്റെ പേരിലും ഇസ്കോൺ കൊച്ചിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു പ്രഭു. പ്രഭുവിന്റെ സർവീസ് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് ഔട്ട് ഓഫ് സിലബസ് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലേ? 1-2 മിനിറ്റ് കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് സീനിയർ ഡിവോട്ടീസിനെ കിട്ടുന്നത് വളരെ റെയർ ആണ്. അതുകൊണ്ട് പറയുന്നതാണ്. സീനിയർ വയസ്സിൽ സീനിയർ ഞാനൊരു വിഡ്ഢി കുഷ്മാനായിട്ടുണ്ട്. റാസ്കൽ നമ്പർ 1. പ്രഭുപാദന്റെ കൃപ കൊണ്ട് മനസ്സിലായി റാസ്കൽ നമ്പർ 1. അതെല്ലാരും അങ്ങനെയാണ് പ്രഭു. എല്ലാം അറിഞ്ഞവരാരും ഇല്ലല്ലോ. പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ശിഷ്യൻ റാസ്കൽ എന്ന് വിളിക്കുമ്പോ രോമാഞ്ചം ഉണ്ടാവും. കാരുണ്യം പാസ് ചെയ്യാൻ പ്രഭുപാദൻ. ഭഗവാൻ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും അത് തന്നെ മൂഢമതേ ഭജഗോവിന്ദം ഭജഗോവിന്ദ ഗോവിന്ദം ഭജ മൂഢമതേ. എല്ലാവരും ഹരിനാമത്തെ പറ്റി ഇത് മനസ്സിലാക്കണം. ഭഗവത്ഗീതയെ പറ്റി ഇത് അതിന്റെ പറ്റി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബിസിയാണ്. എന്നിരുന്നാൽ പോലും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഒരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകുന്നതാ. അപ്പൊ എല്ലാവരും അതിന്റെ എന്താ പറയാ, നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം. പറയുന്നതൊക്കെ കാര്യങ്ങള് എന്തിനാണ് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. വാസ്തവത്തിൽ നമുക്ക് ഈ ഇതിൽ പങ്കുകൊള്ളുന്ന ഭക്തന്മാരെ എല്ലാം അടുത്തുള്ളവരാണെങ്കിൽ എല്ലാവരും ഒരു ദിവസത്തെ ഒരു ഡിസ്കഷൻ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. We will do, Prabhu. We will do it. ബോധയന്ത പരസ്പരം ഒരു ദിവസം നമുക്ക് സെന്ററിൽ എല്ലാവരും കൂടണം. ഇവിടെ വരുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും സെന്ററിൽ വരണം. നമുക്കൊരു ദിവസം പ്രസാദ വിതരണം ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് നമ്മളിപ്പോ എല്ലാവരും ഓൺലൈനിൽ ആരും വീഡിയോ ഓൺ ചെയ്യുന്നില്ല. അപ്പോ വീഡിയോ എങ്കിലും ചെയ്യുമ്പോൾ ഇത് ആരാന്ന് മനസ്സിലാവും. വീഡിയോ പോലും ഓൺ ചെയ്യുന്നില്ല. മിക്ക ആൾക്കാരും വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാനും സംസാരിക്കാനും പറ്റിയ ഒരു അവസരമാണ്. ഇത് കഴിയുമ്പോ ഇപ്പൊ 30-31 വരെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ സെന്ററില് നമ്മൾ കൂടുന്നുണ്ട്. എല്ലാവരും കൂടെ നമുക്ക് പ്രസാദം കഴിക്കാനും അതിനെപ്പറ്റി ബാക്കി ചർച്ച ചെയ്യാനും സീനിയേഴ്സിനെ ഇത് മുഖത്ത് നിന്ന് കേൾക്കാനും ഒക്കെ നമുക്കൊരു അവസരമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സമയം ലേറ്റ് ആയതാണ്. കാരണം ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ചാപ്റ്ററാണ്. പ്രഭാത ആദ്യത്തെ 3 ശ്ലോകത്തിന് തന്നെ 3-4 പേജാണ് പുറപ്പോട്ട് എഴുതിയിരിക്കുന്നത്. അതെ അതെ, വലിയ പുറപ്പോട്ടാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ഹരിനാമത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നത് ദീനനാഥ വിഠൽ പ്രഭുവിനോടും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് നടത്തിയ അനന്ത ശ്രീകൃഷ്ണ പ്രഭുവിനോടും ഞാൻ വളരെ വൺസ് അഗെയിൻ ഐ താങ്ക് യു ബോത്ത്. അപ്പൊ ഇപ്പോ അടുത്ത ഇതില് പോവാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് നരസിംഹ ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപൂർവക്ഷഃ ശീലതകാനഖാലായേ
യതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹോ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേണാകാ അത്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപോ താനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि नरहरि जय नरहरि जय भक्त प्रहलाद जय भक्त प्रहलाद भक्त प्रहलाद जय प्रहलाद परा नित्य गौर हरि बोल नित्य गौर हरि बोल शरणामयि की जय वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः आनंद कोटि वैष्णव वृंद की जय ഓക്കെ അപ്പൊ ക്ലോസ് ചെയ്യാം ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ.